അതെ. ഭാവി ഇപ്പോൾ ഇന്ന് ഈ രണ്ട് പ്രതികളെയും നമ്മൾ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി മുമ്പായി ഹാജരാക്കും. സാധാരണഗതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കേസ് അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തി പ്രതിയെ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് ശേഷം ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റ് പ്രതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതെ, സിനിമാ മേഖലയിൽ 1-2 പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളതെന്ന് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. ശാസ്ത്രീയ തെളിവ് നിലവിൽ ശാസ്ത്രീയ തെളിവില്ല. നമ്മുടെ ഈ പ്രാഥമിക അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുള്ള തെളിവ് മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയ തെളിവുകൾ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ഫോണും മറ്റ് CDR ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ശാസ്ത്രീയ തെളിവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ഇനി എന്തായാലും AEC ആണ് അന്വേഷിക്കുന്നത്. അന്വേഷണ മധ്യേ അത്തരത്തിലെന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് പോലീസിലോട്ട് കൊടുക്കുന്നതാണ്. സിനിമാ മേഖലയായിട്ട് 7-8 വർഷത്തെ ബന്ധമുണ്ട്. ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്കതിന് തെളിവൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ സിനിമാ ഫീൽഡിലെ ആൾക്കാരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ചെന്നൈ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള വർക്ക് ചെന്നൈ ബേസ് ചെയ്തുള്ളതാണ്. സ്ക്രിപ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇല്ല, അതിനെക്കുറിച്ചൊക്കെ വിശദമായ നമുക്ക് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായി പറയാൻ പറ്റൂ.